പുത്തൂർ ചൌക്കി ഓട്ടോ തൊഴിലാളി സംഘടനയുടെ മൂന്നാം വാർഷിക സമ്മേളനം നടന്നു. മൊഗ്രാൽ പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അബ്ദുള്ള കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു. ചൌക്കി ഓട്ടോ തൊഴിലാളി സംഘടനയുടെ മൂന്നാം വാർഷിക സമ്മേളനം വിപുലമായ പരിപാടികളോടെ നടന്നു. മൊഗ്രാൽ പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അബ്ദുള്ള കുഞ്ഞി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഒരു ഓട്ടോ തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം അന്നത്തിന് വേണ്ടി പണിയെടുക്കുന്ന യുവാക്കാരായിട്ടാണ് നമ്മളൊക്കെ കാണുന്നത്. ഇവിടെ സമ്പാദിക്കാനൊന്നുമില്ല. ഒരു ഓട്ടോ വൈകുന്നേരം വരെ ഓട്ടിയാൽ അതിൽ എത്രത്തോളം വരുമാനം ഉണ്ടാവുമെന്നും അത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എനിക്ക് എൻ്റെ മുൻ വൈസ് പ്രസിഡന്റ് പറഞ്ഞ കാര്യങ്ങളിൽ താല്പര്യമുണ്ട് ഇല്ല എന്നല്ല, പക്ഷേ നമ്മുടെ സ്ഥലത്തിൻ്റെ ലഭ്യത അത് എങ്ങനെ കണ്ടെത്തുമെന്നുള്ളതാണ് ഒരു ആശയക്കുഴപ്പത്തിലാക്കുന്ന വിഷയങ്ങൾ. CPCRോട് ആവശ്യപ്പെട്ടാൽ അവർ തരാൻ സാധ്യതയില്ല. കാരണം ഒരു റിസർച്ച് സെൻറ്റർ കേന്ദ്ര ഗവൺമെൻറ് കീഴിലുള്ളത്, അതിൽ സ്ഥലം വിട്ടുതരാൻ അവർ സമ്മതിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പറയാൻ കാരണം കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനായ ജലീൽ സാഹിബ് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നപ്പോൾ അതിൽ ആ ബോർഡിലെ ഒരംഗമായിരുന്നു ഞാൻ. അന്ന് പഞ്ചായത്ത് ഓഫീസ് പുതുതായി പണിയുന്നതിന് വേണ്ടി CPCRയിലെ ചൌക്കി പ്രദേശത്തോ ഇല്ലെങ്കിൽ മറ്റ് കല്ലങ്കൈ പ്രദേശത്തോ എവിടെയെങ്കിലും ഒരു 25 സെൻറ്റ് സ്ഥലം ആവശ്യപ്പെടുകയുണ്ടായി. അത് ബഹുമാനായ അന്നത്തെ പ്രധാനമന്ത്രി, അതുപോലെ തന്നെ മറ്റ് എല്ലാ കൃഷിമന്ത്രിക്കും ഉൾപ്പെടെ നമ്മൾ ഡൽഹിയിൽ പോയി ബഹുമാനായ നമ്മുടെ MP ഇവയും കൂടി ഉൾപ്പെടുത്തി ഞങ്ങൾ പോവുകയും അതിന് യാതൊരു കാരണവശാലും സാങ്ഷൻ തരാൻ സാധിക്കില്ല എന്ന് ഞങ്ങൾ അന്നേരം പറയുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ അർത്ഥം റിസർച്ച് സെൻ്റർ ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് സ്ഥലം കിട്ടാൻ യാതൊരു സാധ്യത നമുക്ക് കാണുന്നില്ല. മറ്റ് ഏത് രീതിയിലാണ് നമുക്ക് നമുക്കൊരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ടാക്കി തരേണ്ടത് എന്നുള്ള ആലോചന നമുക്ക് നടത്താം. തീർച്ചയായും സംഘടനയുടെ പ്രസിഡന്റ് ഉദയ കമ്പാർ അധ്യക്ഷത വഹിച്ചു. ആ റോഡ് ക്ലിയർ ആയി. അപ്പോൾ നമ്മൾ ചൊക്കി സ്റ്റാൻഡിൽ പറഞ്ഞാൽ ഇപ്പം ഒരാടെ എല്ലാവരും ഇൻഷൂർ ഇല്ലാതെ വണ്ടി വെക്കാനും വിടുന്നില്ല. രണ്ടാമത്തത് യൂണിഫോം കമ്പൽസറിയാണ്. പിന്നെ ക്യൂ ആയിട്ട് നമ്മൾ വാടകയ്ക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത്ര ഡീസൻ്റാണ് നമ്മുടെ സ്റ്റാൻഡ്. ഇതേപോലെ ഇന്ന് നെക്സ്റ്റ് ഇപ്പോൾ ഒരു കമ്മിറ്റി മാറ്റം ഒരു കൊല്ലം കഴിഞ്ഞാൽ പാട് എല്ലാവർക്കും ചാൻസ് കൊടുക്കണം. അപ്പോൾ നെക്സ്റ്റ് ഇപ്പോൾ കമ്മിറ്റിയുടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി ആയാലും ഇതേപോലെ പണി ചെയ്യണം. ഇപ്പം ഹൈവേക്ക് കുറേ പ്രാവശ്യം ഇപ്പം മുമ്പത്തെ ഇപ്പോൾ പ്രസിഡന്റ് പറഞ്ഞ പോലെ പിന്നെ സെക്രട്ടറി തന്നെ കുറേ പ്രാവശ്യം പഞ്ചായത്തിലേക്ക് പിന്നെ ഹൈവേൻ്റെ അവിടെ പോയിട്ട് കുറേ നമ്മൾ പേപ്പേഴ്സ് എല്ലാം കൊടുത്ത് മീഡിയ ത്രൂ ആയിട്ട് അപ്പോൾ എല്ലാം നമുക്ക് അതിൽ വിജയം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പുതിയ കമ്മിറ്റി വന്നാൽ ഈ നമ്മളോട് നല്ലത് പണിയെടുക്കണം. പിന്നെ എല്ലാവരും ഒക്കെ കൂടിയിട്ട് ഇപ്പോൾ ഒരു 10-80 ആളിൽ ഒരു 8-9 ആളിൽ പ്രശ്നമുണ്ട്. യൂണിഫോം ഇടുന്നില്ല, കുറേ പ്രശ്നമായിട്ട് പോകുന്നു. മാത്രം നമ്മൾ ഒന്നിച്ചിട്ടുള്ളത് ഇതേപോലെ നല്ല സ്ട്രോങ് ആയിട്ട് പോയിട്ട് നമ്മൾ ഈ കമ്മിറ്റി രജിസ്റ്റർ ആക്കാൻ നോക്കാനാണ്. സംഘടനാ സെക്രട്ടറി വിജയനായക് സ്വാഗതവും വൈസ് പ്രസിഡന്റ് വിജയകുമാർ നന്ദിയും പറഞ്ഞു. കമ്മിറ്റി ഭാരവാഹികൾ ചൌക്കി പ്രദേശത്തെ 3 പ്രധാന പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിന് നിവേദനവും നൽകി. നാഷണൽ ഹൈവേയുടെ ഭാഗമായുള്ള റോഡ് പ്രവൃത്തി കാരണം 80ഓളം ഓട്ടോ തൊഴിലാളികൾ ഓട്ടോ പാർക്ക് ചെയ്തിരുന്ന സ്ഥലം ഇല്ലാതായിരിക്കുകയാണെന്നും ഓട്ടോ പാർക്കിങ്ങിനുള്ള സ്ഥലം അനുവദിക്കണമെന്ന് കളക്ടർ അടക്കമുള്ള ബന്ധപ്പെട്ട അധികാരികളോട് ആവശ്യപ്പെട്ടിട്ടും ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ലെന്നും വിഷയത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്നും ഓട്ടോ തൊഴിലാളികൾ നിവേദനത്തിലൂടെ അഭ്യർത്ഥിച്ചു. മൊഗ്രാൽ പുത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഹൃദയഭാഗമായ ചൌക്കി ജംഗ്ഷൻ വെളിച്ചമില്ലാതെ ഇരുട്ടിലാണ്. ഹൈവേയിൽ മുഴുവനായും വെളിച്ചം വന്നപ്പോൾ അകാരണമായി ചൌക്കിയിൽ വെളിച്ചം നിഷേധിച്ചിരിക്കുകയാണ്. കല്ലങ്കൈ മുതൽ എരിയാൽ വരെയുള്ള ഭാഗങ്ങളിൽ തെരുവ് വിളക്കുകളുടെ അഭാവമുണ്ട്. ഇവിടങ്ങളിൽ തെരുവ് വിളക്കുകൾ പുനഃസ്ഥാപിക്കുവാനായി ബന്ധപ്പെട്ട അധികാരികളുമായി സംസാരിച്ച് പരിഹാരം കണ്ടെത്തണമെന്ന് ഓട്ടോ തൊഴിലാളികൾ പഞ്ചായത്ത് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടു. ചൌക്കി ജംഗ്ഷനിൽ പൊതു ശൗചാലയം സ്ഥാപിക്കണമെന്നും ചൌക്കി ഓട്ടോ തൊഴിലാളി സംഘടന നിവേദനത്തിലൂടെ പഞ്ചായത്ത് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടു. സമ്മേളനത്തിൽ 3 വർഷത്തെ കാലയളവിൽ ഓട്ടോ തൊഴിലാളികൾ സ്വരൂപിച്ച ഫണ്ടിൽ നിന്നും 15ഓളം അസുഖബാധിതരായ ഓട്ടോ തൊഴിലാളികൾക്ക് 3 ലക്ഷം രൂപ ധനസഹായം നൽകി. നിലവിലെ പഴയകാല ഓട്ടോ തൊഴിലാളികളായ അഷ്റഫ് കോയിക്കണ്ടം, വിജയകുമാർ ബ്ലാർക്കോട് എന്നിവർക്ക് അനുമോദനം നൽകി. നിരവധി പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു.
ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.